അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള ശ്രോതാക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിൻ്റെ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. 1 മുതൽ 4 വരെയുള്ള. അതിൻ്റെ ഭാഗമായിട്ട് 1-ാം ക്ലാസ് നാം പരിപൂർണമായി പരിചയപ്പെടുത്തി തഫ്ഹീമു തിലാവ എന്ന പുസ്തകം. അതിനുശേഷം ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ലിസാനുൽ ഖുർആൻ, 2-ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എന്ന പുസ്തകമാണ്. അതുമായി ബന്ധപ്പെട്ട് 1-2 വീഡിയോ നാം ഇത് മുമ്പ് ചെയ്തു. ഇനി നമ്മൾ 6-ാമത്തെ പാഠം മുതലാണ് പറയാൻ പോകുന്നത്. അദ്റസു സാദിസു, 6-ാമത്തെ പാഠം കണ്ടില്ലേ? ഇതാണ് അദ്റസു സാദിസ്, 6-ാമത്തെ പാഠം. എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? ഫിൽ ജൈബി ഖലമുൻ, കീശയിൽ പേനയുണ്ട് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഫിൽ ജൈബി ഖലമുൻ, കീശയിൽ പേനയുണ്ട്. അപ്പോൾ ഫി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, അതിൽ എന്നൊക്കെ അർത്ഥം, ഉള്ളിൽ കേട്ടോ. അപ്പോൾ ഫിസ്സല്ലത്തി മാഞ്ച, കൊട്ടയിൽ എന്തുണ്ട്? മാങ്ങയുണ്ട്. ഫിസ്സല്ല, കുട്ടയിൽ ഉണ്ട്. മാഞ്ച, മാങ്ങയുണ്ട്. താഴെ ഫിൽ ജൈബി ഖലമുൻ, കീശയിൽ എന്തുണ്ട്? പേനയുണ്ട്. ഫിൽ ജൈബി ഖലമുൻ, കീശയിൽ പേനയുണ്ട്. താഴെ ഫിസ് സയ്യാറത്തി സവ്വാഖുൻ, കാറിൽ എന്തുണ്ട്? ആരുണ്ട്? സവ്വാക്കുണ്ട്. എന്താ സവ്വാക്ക് എന്ന് പറഞ്ഞാൽ? ഡ്രൈവർ. കാറിൽ ഡ്രൈവർ ഉണ്ട്. ഫിസ് സയ്യാറത്തി, കാറിൽ ഉണ്ട്. സവ്വാഖുൻ, ഡ്രൈവർ. പിന്നെ ഇവിടെ ഇടതുഭാഗത്ത് അല ഷജറത്തി ബബ്ഗാഉൻ, മരത്തുമേൽ ആരുണ്ട്? ബബ്ഗാഉൻ, തത്തയുണ്ട്. അല ഷജറത്തി, മരത്തിൽ ഉണ്ട്. ബബ്ഗാഉൻ, തത്ത. അല താവിലത്തി, മേശമേൽ ഉണ്ട്. എന്ത്? ബിത്തീഖത്തുൻ, ബത്തക്കയുണ്ട്. അല താവിലത്തി, മേശമേൽ ഉണ്ട്. ബിത്തീഖത്തുൻ, ബത്തക്ക. അല റഅസി, തലമ്മലുണ്ട്. എന്ത്? കലൻസുവത്തുൻ, തൊപ്പി. അല റഅസി, തലമ്മലുണ്ട്. കലൻസുവത്തുൻ, തൊപ്പിയുണ്ട്. ഇതാണ് ഈ പാഠത്തിൽ വന്നിരിക്കുന്ന വാക്കുകൾ. അപ്പോൾ ഫീയും അലയും പഠിപ്പിക്കലാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം. ഫീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ, അല എന്ന് പറഞ്ഞാൽ മുകളിൽ. മനസ്സിലായില്ലേ? ഒന്ന് നമുക്ക് വായിക്കാം. ഫിൽ ജൈബി ഖലമുൻ, കീശയിൽ എന്തുണ്ട്? പേനയുണ്ട്. ഫിസ് സല്ലത്തി മാഞ്ച, ഫിൽ ജൈബി ഖലമുൻ, ഫിസ് സയ്യാറത്തി സവ്വാഖുൻ, അല ഷജറത്തി ബബ്ഗാഉൻ, അല താബിലത്തി ബിത്തീഖത്തുൻ, അല റഅസി ഖലൻസുവാ. മനസ്സിലായില്ലേ? വായിച്ച് പഠിക്കുക. ഇനി നമ്മളിങ്ങനെ മറിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്? തദ്രീബാത്താണ്, പരിശീലനങ്ങൾ. ഇവിടെ എന്താണ് കാണുന്നത്? ഫി ബൈത്തി ദറാജ, ഇത് വായിക്കാനാണ്. ഈ 4 വാക്കും വായിക്കാനാണ്. ഫി ബൈത്തി ദറാജ, ഫിൽ മദ്രസത്തി അസ്തിഖാ, അലാ യദി സാഅ, അലാ റഅസി ഖലൻസുവ. അത് വായിച്ച് പഠിക്കുക. അർത്ഥം വേണമെങ്കിൽ നമുക്കൊന്ന് പറയാം. ഫി ബൈത്തി ദറാജ, എൻ്റെ വീട്ടിൽ സൈക്കിൾ ഉണ്ട്. ദറാജ എന്നാണ് സൈക്കിൾ, നമ്മൾ മുമ്പ് പഠിച്ചു അല്ലേ? പിന്നെ ഫിൽ മദ്രസത്തി അസ്തിഖാഉൻ, ഫിൽ മദ്രസത്തി, മദ്രസയിൽ ഉണ്ട്. ആരുണ്ട്? അസ്തിഖാഉൻ, കൂട്ടുകാരുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. മനസ്സിലായില്ലേ? ഓക്കെ. അലാ യദി സാഅത്തുൻ, എൻ്റെ കയ്യുമലുണ്ട്. എന്ത്? സാഅത്തുൻ, വാച്ചുണ്ട്. എൻ്റെ കയ്യുമൽ വാച്ച് ഉണ്ട്. അലാ റഅസി, എൻ്റെ തലമലുണ്ട്. എന്ത്? ഖലൻസുവത്തുൻ, തൊപ്പിയുണ്ട്. അലാ റഅസി, എൻ്റെ തലമലുണ്ട്. ഖലൻസുവത്തുൻ, തൊപ്പി. പിന്നെ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നത്? ഇവിടെ നമ്മൾ പിന്നെ പൂരിപ്പിക്കാനാണ്. ഡാഷ് അസല്ലത്തി മൗസുൻ, എന്താ പൂരിപ്പിക്കേണ്ടത്? ഇവിടെ 2 വാക്ക് മുകളിൽ കൊടുത്തിരിക്കുന്നു, 2 അക്ഷരം, ഫീയും അലയും. അതിൽ ഏതാണ് യോജിച്ചതെന്ന് അത് കൊടുക്കുക. ഏതാ അവിടെ യോജിച്ചത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഡാഷ് അസല്ലത്തി മൗസുൻ, ഡാഷ് അത്താവിലത്തി ബപ്പായ, പപ്പായ, ഡാഷ് അൽ ഹഖീബത്തി കിതാബുൻ, ഡാഷ് അസ്റത്തി ബബ്ഗാവുൻ. അപ്പം എന്തായിരിക്കും യോജിക്കുക? ഡാഷ് ഇവിടെ എന്തായിരിക്കും ഇവിടെ യോജിക്കുക? ഫീ തന്നെ അല്ലേ? ഫിസ് സല്ലത്തി മൗസുൻ. അങ്ങനെ യോജിക്കുന്നത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ. അടുത്തത് ഖുർആൻ എന്നുള്ളൊരു വാക്ക് കൊടുത്തിരിക്കുന്നു. എന്താ ആയത്ത്? ചെറിയ ആയത്തിന് ചെറിയൊരു ഭാഗം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫീ സുദൂരിൻ നാസ് വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. അത് വായിച്ച് പഠിക്കാനുള്ളതാണ്. പിന്നെ ഇവിടെ കോപ്പി റൈറ്റിംഗ് ആണ്, കണ്ടില്ലേ? അല അലങ്ങനെ എടുത്ത് എഴുതുക. അല അല അല. ഇവിടെ ഫി 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 ഇങ്ങനെ എടുത്ത് എഴുതുക. പിന്നെ അടുത്തത്
അടുത്ത പാഠം എന്താണ്? അടുത്ത പാഠം അദ്രസു സാബിഉ, ഏഴാമത്തെ പാഠം. എന്താ ഏഴാമത്തെ പാഠം? ഐനൽ ഹമാമത്തു, ഹമാമത്ത് എവിടെ? എന്താ ഹമാമത്ത് എന്ന് പറഞ്ഞാൽ? പ്രാവ്. പ്രാവിന് പറയുന്ന പേരാകുന്നു ഹമാമ. ഹമാമ എന്ന് പറഞ്ഞാൽ പ്രാവ്. ശരി. ഐന സൂമു, സൂമ് എവിടെ? ഐന എന്ന വാക്കിൻ്റെ അർത്ഥം എവിടെ എന്നാണ്. ഐന എന്ന് പറഞ്ഞാൽ എവിടെ. ആ സൂമു, സൂമ്, സൂമ് എന്ന് പറഞ്ഞാൽ കണ്ടില്ല, ഇതാണ് സാധനം. എന്താ സാധനം? വെള്ളുള്ളിയാണ്, വെളുത്തുള്ളി അല്ലേ? ഐന സൂമു, വെളുത്തുള്ളി എവിടെ എന്നാണ് ചോദ്യം. അതിന് ഉത്തരം ഇവിടെ കൊടുത്തിരിക്കുന്നു. എന്താ കൊടുത്തത്? അസൂമു ഫിൽ ഇനാഇ, വെളുത്തുള്ളി പാത്രത്തിലാകുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഐനൽ ഹമാമത്തു, പ്രാവ് എവിടെയാണ്? അപ്പോൾ ഉത്തരം അൽ ഹമാമത്തു അലൽ ജിദാരി, പ്രാവ് മതിലുമ്മലാകുന്നു. ജിദാറിന് മതിൽ, മതിലിനും ചുമരിനൊക്കെ ജിദാർ എന്നാണ് പറയുക കേട്ടോ. അൽ ഹമാമത്തു, പ്രാവ് അൽ ജിദാരി മതിലുമ്മലാകുന്നു. പിന്നെ ഐന ദറാജ, ദറാജ എവിടെയാണ്? ദറാജ പറഞ്ഞാൽ സൈക്കിള്, സൈക്കിൾ എവിടെയാണ്? അദ്ദറാജത്തു ഫിശ്ശാരിഇ, ദറാജ സൈക്കിള് ഫിശ്ശാരിഇ റോഡിലാകുന്നു. സൈക്കിൾ എവിടെയുള്ളത്? റോട്ടിൽ, സൈക്കിൾ റോട്ടിലാകുന്നു എന്നർത്ഥം. പിന്നെ ഐനൽ ഇബ്നു, എവിടെയാണ് ഈ കുട്ടിയുള്ളത്? ഈ ആൺകുട്ടി എവിടെയാണ്? അൽ ഇബ്നു അല ദറാജ, ഈ കുട്ടിയുള്ളത് സൈക്കിളുമ്മലാകുന്നു. മനസ്സിലായില്ലേ? ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്നുകൂടി വായിച്ചു നോക്കാം. ഐന സൂമു, അസൂമു ഫിൽ ഇനാഇ, ഐനൽ ഹമാമത്തു, അൽ ഹമാമത്തു അലൽ ജിദാരി, ഐന ദറാജത്തു, അദ്ദറാജത്തു ഫിശ്ശാരിഇ, ഐനൽ ഇബ്നു, അൽ ഇബ്നു അലൽ ദറാജ. അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞു, കേട്ട് പഠിക്കുക, വീണ്ടും ആവർത്തിച്ച് പഠിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത പാഠത്തിലേക്ക്, അടുത്ത പേജ് മറിച്ച് കഴിഞ്ഞാൽ എന്താ നമ്മൾ കാണുന്നത്? നസ്അൽ കമാഫിൽ മിസാൽ. എന്താണ്? നസ്അൽ കമാഫിൽ മിസാൽ അൽ ഇബ്നു അല ദറാജ. അതെ, ഉത്തരം അവിടെ കൊടുത്തിരിക്കുന്നു. അൽ ഇബ്നു അല ദറാജ. ഇതൊക്കെ ഉത്തരങ്ങളാണ്. അസ്സമുഖ ഫിൽമായി, അൽ ഹഖീബത്തു അല താവിലത്തി, അൽ മാഉ ഫിദ്ദൽവി. ഇനി ഇതിൻ്റെ ചോദ്യം നമ്മൾ ഉണ്ടാക്കണം. ഒന്നാമത്തെ നമ്മൾ ചോദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഐനൽ ഇബ്നു, എവിടെയാണ് കുട്ടി എന്നാണ് ചോദ്യം അവിടെ ഉണ്ട്. ഇതേമാതിരിക്ക് ഈ 3 ഉത്തരങ്ങൾക്കും 3 ചോദ്യം ഉണ്ടാക്കണം. മനസ്സിലായോ? മനസ്സിലായില്ലേ? 3 ചോദ്യങ്ങൾ, ഈ 3 ഉത്തരങ്ങൾക്ക് 3 ചോദ്യങ്ങൾ ഉണ്ടാക്കുക. അസ്സമുഖു ഫിൽമായി, അൽ ഹഖീബത്തു അല താവിലത്തി, അൽ മാഉ ഫിദ്ദൽവി. അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു ചോദ്യം ഉണ്ടാക്കുക? അത് ചോദ്യം ഉണ്ടാക്കി പഠിക്കുക. പിന്നെ നസ്ലു സുആൽ വൽ ജവാബ്, നസ്ലു അസ്സുആൽ വൽ ജവാബ്. ഓക്കെ, ഐനൽ ഉമ്മു, ഇത് ചേരുമ്പടി ചേർക്കുക എന്ന് പറയില്ലേ, നമ്മൾ ചേരുമ്പടി ചേർക്കുക. ഐനൽ ഉമ്മു, ഉമ്മ എവിടെ? അതിന് ഉത്തരം, ഇത് 4 ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. അതിനൊക്കെ ഉത്തരം ഇവിടെ ഉണ്ട്. പക്ഷെ ഏതാണ് ഉത്തരം നമ്മൾ കണ്ടുപിടിക്കണം. ചോദ്യം അവിടെ, ഉത്തരവും അവിടെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലായില്ലേ? ചേരുമ്പടി ചേർക്കുക എന്നൊക്കെ പറയാനും. ഐനൽ ഉമ്മു, ഉമ്മ എവിടെ? എവിടെയാ ഉമ്മ ഉള്ളത്? ഉമ്മ എവിടെയാണ്? അൽ ഉമ്മു ഫിൽ ബൈത്തി, ഉമ്മ വീട്ടിലാണുള്ളത് അല്ലേ? ഇതല്ല ഉത്തരം. ഓക്കെ. ഐനൽ മുഅല്ലിമു, മുഅല്ലിമു അധ്യാപകൻ്റെ എവിടെയാണ്? ഉസ്താദ് എവിടെയാണ്? അൽ മുഅല്ലിമു ഫി സ്വഫി, ഉസ്താദ് ക്ലാസ്സിലാണ്. ഓക്കെ. ഐനൽ കഅബത്തു, കഅബ എവിടെയാണ് ഉള്ളത്, നിലകൊള്ളുന്നത്? അൽ കഅബത്തു ഫി മക്ക, കഅബ മക്കയിലാണുള്ളത്. ഐന സമക്കു, മത്സ്യം എവിടെയാണുള്ളത്? അസ്സമക്കു ഫിൽ മായി, മത്സ്യം വെള്ളത്തിലാണ്. അപ്പോൾ ചോദ്യവും ഉത്തരവും അത് ചേരുമ്പടി ചേർക്കുക. പിന്നെ നസ്അൽ വനുജീബി കമാ ഫിൽ മിസാൽ, ഐനൽ മാഉ, ഐന അൽ മാഉ ഫിദ്ദൽവി. വെള്ളം എവിടെ? അൽ മാഉ ഫിദ്ദൽവി. അവിടെ ചോദ്യം ഉത്തരവും കൊടുത്തിരിക്കുന്നു. ഇവിടെ ചോദ്യം ഉണ്ടാക്കാനൊന്നുമില്ല. ഇവിടെ, അതെ, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യം ഉണ്ടാക്കണം, ഉത്തരവ് ഉണ്ടാക്കണം. മനസ്സിലായില്ലേ? നേരത്തെ മുകളിൽ നമ്മൾ പറഞ്ഞ ചോദ്യം മാത്രം ഉണ്ടാക്കിയാൽ മതി. ഇവിടെ അങ്ങനെയല്ല, ചോദ്യം ഉണ്ടാക്കണം, ഉത്തരവ് ഉണ്ടാക്കണം. ഒരു പുസ്തകത്തിൻ്റെ മുകളിൽ പിന്നെ പേനയുണ്ട്. അപ്പോൾ നമുക്ക് ഉത്തരം ചോദ്യം എങ്ങനെ ഉണ്ടാക്കുക? എവിടെയാണ് പേന എന്ന് ചോദിക്കാം അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് പേന പുസ്തകത്തിൻ്റെ മുകളിലാകുന്നു എന്ന് ഉത്തരവും പറയണം. പിന്നെ ബത്തക്ക എവിടെയാണ്?
ബത്തക കൊട്ടയിലാണ്. മാങ്ങ ഇവിടെയാണ്, മാങ്ങ മരത്തുമലാണ്. അപ്പോൾ ഇതിൻ്റെ ചോദ്യം ഉണ്ടാക്കണം, ഉത്തരവും ഉണ്ടാക്കണം. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി ഇവിടെ ഖുറാൻ എന്നൊരു ചെറിയ വാങ്ങ് കൊടുത്തിരിക്കുന്നു. അയിന ഷുറക ഉക്കും അയിന തദ്ഹബൂൻ. മനസ്സിലായില്ലേ? ഇവിടെ പിന്നെ കോപ്പി റൈറ്റിംഗ് ആണ്. അയിന 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 എന്നിങ്ങനെ എഴുതി കൊടുക്കുക. ഇവിടെയും അയിന തന്നെയാണ് അല്ലേ? ഇവിടെയും അയിന അയിന എന്നിങ്ങനെ എഴുതി കൊടുക്കുക. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഈ വീഡിയോയിൽ വെക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി നമുക്ക് ഇത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ പങ്കുവെക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.